എഗ്ഗ് ബുർജിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 തക്കാളി നിങ്ങൾക്ക് 3 4 എടുക്കാം, അത് മുട്ട എടുക്കുന്നതിനനുസരിച്ച്. ഞാനിവിടെ പിന്നെ കുറച്ച് മല്ലിയില, 3 എഗ്ഗ്, ഒരു സവാള നമുക്ക് 2 3 എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം അതും ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിയാനായിട്ട്. എന്നാലാണ് ആ എഗ്ഗ് ബുർജിയുടെ ടെക്സ്ചർ അത് ശരിയാവുള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ ഒരു ഷേപ്പിൽ ചെറിയൊരു കഷ്ണങ്ങളാക്കി വേണം അരിയാനായിട്ട്. ഇനി നമുക്ക് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എത്ര മുട്ടയാണ് എടുക്കുന്നത് അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാത്തിലേക്കും പിടിക്കാനായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളകും 1 മിനിറ്റ് നേരം അങ്ങ് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒരുപാട് വഴണ്ടി പോകരുത്, അപ്പോൾ എഗ്ഗ് ബുർജിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഒരിച്ചിരി ഒന്ന് വാടി കിട്ടിയാൽ മതി. അതൊരിച്ചിരി വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി അതിലേക്കൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ആക്കാം. ഞാനിവിടെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പൊടികളെല്ലാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. എല്ലാ ചേരുവകളും എന്നിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും, പിന്നെ കട്ടയായി പോകും. മുട്ടയുടെ വെള്ളം തോരുന്നത് വരെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഇറക്കാറാകുമ്പോൾ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സ്പൈസി എഗ്ഗ് ബുർജി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.